അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം ചുമതല അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ വേണ്ട സമയത്ത് കൈക്കൊള്ളും. നാളെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയല്ലേ നിങ്ങൾക്കുള്ളത്? ഇന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച മഹാനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊട്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെയും പശ്ചാത്തല വികസനത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് ഇന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ മാർഗദർശകമായിട്ട് നിലനിൽക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിവെച്ച ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ സുവർണ ചത്വരം ആ പദ്ധതിയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ദേശീയപാത വികസനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കും തുടക്കം കുറിക്കപ്പെട്ടത് ശ്രീ അടൽജിയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ അടക്കം നിർണായകമായിട്ടുള്ള സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ന് സദ്ഭരണ ദിനമായിട്ട് ആചരിക്കാനുള്ള തീരുമാനം വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഭരണത്തിൽ കമ്പാരിസൺ ഉണ്ടോ? ഇപ്പോഴത്തെ ഭരണവും അന്നത്തെ ഭരണവും കമ്പാരിസൺ ഉണ്ട്. മാറുന്ന ഇന്ത്യ കാലം മാറി. അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി കാലത്ത് എത്രത്തോളം BJP മുന്നോട്ട് പോയിട്ടുണ്ട് ഭരണത്തിൻ്റെ കാര്യത്തിൽ? അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള കോൺഗ്രസ് ഇതര സർക്കാർ, അങ്ങനെ ഒരു സർക്കാർ നിലവിൽ വന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു. ആ സർക്കാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൂടുതൽ ആ വികസനത്തിൻ്റെ പാതയിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതൊക്കെ സംസ്ഥാന അധ്യക്ഷൻ്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹത്തിൻ്റെ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കും. ശബരിമല വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. മാൻഡേറ്റ് ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ BJP ഡിസിഷനിലേക്ക് പോകാനാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ഇത് സാധാരണ മേയറെ തെരഞ്ഞെടുപ്പ് കൗൺസിലർമാരുടെ യോഗമാണ് മേയറെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കാതെ അധ്യക്ഷൻ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ തീർപ്പാക്കാത്തത് കൊണ്ടാണോ, എന്താണ് അതിനകത്തൊരു കാരണം? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തീർപ്പാകാത്തത് കൊണ്ട് അദ്ദേഹം ഡൽഹി പോയതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പാർട്ടിയുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശമില്ല. അല്ല, പാർട്ടിയുടെ ഭരണഘടനയിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാം. പിന്നെ ആദ്യമായിട്ടാണ് നമുക്കൊരു മേയറെ കിട്ടുന്നത്, അതുകൊണ്ട് കീഴ്വഴക്കം പറയാനും എനിക്കറിയില്ല. എന്താണ് ഒരു പരിഗണന സംസ്ഥാനത്ത്? എന്താണ് ഒരു പരിഗണന മേയർ സ്ഥാനത്തെ പരിഗണിക്കുമ്പോൾ? ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണോ നോക്കുക? എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഭരണപരമായ നൈപുണ്യമാണോ? അല്ല, അതേ പറഞ്ഞ എല്ലാ ഘടകങ്ങളും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം ചുമതല അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ
വേണ്ട സമയത്ത് കൈക്കൊള്ളും. നാളെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ആശങ്ക വേണ്ട. വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. ആര് പറഞ്ഞ പേരിലേക്ക് എത്തിയിട്ടില്ല? അല്ല, അത് പറയണ്ട, നാളെ പറഞ്ഞ പോരെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, അതിന് മുൻകൂട്ടി പ്രഖ്യാപിക്കുക അങ്ങനെയൊന്നും വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇതൊക്കെ നാളെ രാവിലെ അറിയാലോ നിങ്ങൾക്ക്. നാളെ രാവിലെ മേയറുടെ കാര്യം അറിയാം, ഉച്ചയാകുമ്പം ഡെപ്യൂട്ടി മേയറുടെ കാര്യം അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ പരാജയ കാരണമായിട്ടില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി ഓപ്പറേഷൻ പറഞ്ഞു. പക്ഷേ ഇതിന് മുഖ്യമന്ത്രി പറയുമ്പോൾ ശബരിമലയും തിരിച്ചടി കാരണമായിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അത് തിരിച്ചറിവാണോ CPM? അല്ല, അവർക്ക് പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നത് വൈകിട്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അവർ തമ്മിൽ തീർക്കണം.